ഹായ്, ഇന്ന് എൻ്റെ ഇവിടെ ക്ലീനിങ് ഡേ ആയിരുന്നു കേട്ടോ. സോ ഐ വാസ് സോർട്ടിങ് ഔട്ട് ഓൾ ദ തിങ്സ് മെസ്സി ആയിട്ട് കിടക്കുന്ന എല്ലാം ഞാൻ ഒന്ന് ശരിയാക്കായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ 2 കമ്മലും ഒരു മാലയും തമ്മിൽ ടാങ്കിളായിട്ട് കിടക്കുകയാണ്. കാണിച്ചു തരാം. കണ്ടോ, ഇത് 2 കമ്മലാണ്, ഇതെൻ്റെ ഒരു മാലയാണ്. ഇതെല്ലാം ഉള്ളിൽ പോയി കിടക്കുക. ഞാൻ കുറെ നേരമായിട്ട് വലിക്കണു. ഓക്കെ, ശരിയാക്കാനായിട്ട് ഞാൻ കുറെ നേരമായിട്ട് വലിക്കണു, 2 വരുന്നില്ല. അപ്പൊ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഈ മാലയുടെ അറ്റം കണ്ടോ, ഇത് കെട്ടിയിട്ടേക്കുക. ഐ മീൻ ഇതിന്റെ എൻഡ് കണക്റ്റഡ് ആണ്. അപ്പൊ ഞാൻ ഇതിങ്ങനെ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അയക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഇതിങ്ങനെ ഓപ്പൺ ചെയ്യണ്ടേ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി അപ്പൊ 2 സൈഡിൽ നിന്നും പതിയെ 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 അയച്ചു നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി എനിക്കിത് ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തു. ഇനി എനിക്കിത് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ അയച്ചെടുക്കാം. കുറച്ച് നേരം എടുക്കും എന്നാലും. സോ ഐ വാസ് തിങ്കിങ്, നമ്മുടെ ലൈഫും നമ്മുടെ പ്രോബ്ലംസും അതുപോലെ തന്നെയല്ലേ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കരമായിട്ട് ഓവർവെൽമിങ് ആവും. എല്ലാ ഇമോഷൻസ്, ദേഷ്യം, സങ്കടം, സന്തോഷം, പക, വെറുപ്പ്, എല്ലാ ഇമോഷൻസും വരും. അത് കൂടാതെ ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങൾ, വേറെ ആൾക്കാരായിട്ടുള്ള കുഴപ്പങ്ങൾ, മേ ബി നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള വേറൊരു സൈഡ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടാവില്ല. അങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ അത് ഇതുപോലെ കെട്ടി നിൽക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. പക്ഷെ ഇതുപോലെ തന്നെ അറ്റത്ത് അത് ഹുക്കിട്ട് വെച്ചേക്കുകയാണെന്നുണ്ടെങ്കിൽ that's not gonna solve the problem. That's not gonna untangle your emotions or not gonna do anything for you. പക്ഷെ if we are willing to open this, it might help. ഓപ്പൺ എന്ന് പറയുമ്പോൾ ഓപ്പൺ ടു കമ്മ്യൂണിക്കേഷൻ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് സോൾവ് ചെയ്യാനുള്ള മെച്യൂരിറ്റി, വേറൊരാളുടെ പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ഓപ്പൺനെസ്സിൽ വരും. പിന്നെ നിങ്ങളുടെ തന്നെ വേറൊരു ഭാഗം ഉണ്ടെങ്കിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടും അതിനെ അംഗീകരിക്കാനുമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ തന്നെ വിശ്വസിക്കുന്ന നിങ്ങളുടെ ഒരു പാർട്ട്, ദാറ്റ് ഓൾ ഹെൽപ്സ് ടു അൺടാങ്കിൾ എവ്രിതിങ്. ആൻഡ് അങ്ങനെ ടാങ്കിൾ ആയിരിക്കുന്നതാണെങ്കിൽ ചുമ്മായിട്ട് എല്ലാം നശിപ്പിച്ചു കളയാനേക്കാൾ വേദം അത് അൺടാങ്കിൾ ചെയ്ത് പതിയെ 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 അത് ഊരി എടുക്കുന്നതാണ് അല്ലേ. സോ തിങ്ക് അബൌട്ട് ഇറ്റ്, ലെറ്റ് ഇറ്റ് സ്റ്റേ വിത്ത് യു, ലെറ്റ് ഇറ്റ് കൺസ്യൂം യു, ആൻഡ് അവസാനം ഇതെല്ലാം അൺടാങ്കിൾ ചെയ്ത് ശരിയാവട്ടെ. സോ ഞാനിത് പോയി അൺടാങ്കിൾ ചെയ്യാണ്. യു അൺടാങ്കിൾ യുവർ ഓൺ ഇമോഷൻ. ബൈ.